ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് സ്കെയിലിനെ പറ്റിയാണ്. സ്കെയിലും അതേപോലെ തന്നെ കുറച്ച് നിയമങ്ങൾ, പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ എന്താണ്, അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ സ്കെയിൽ. ഓക്കെ, ഈ നോർമൽ സ്കെയിലിൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒന്നുമില്ല, ഇവിടെ 0ആണ്. പിന്നെ 1 2 3 4 5 6 7 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നോർമൽ സ്കെയിലാണ്. പക്ഷെ നമ്മുടെ ഒരു സ്കെയിൽ പറയുമ്പോൾ ഇതിപ്പോൾ ഒരു നമ്പർ ലൈനാണ്. ഓക്കെ, നമ്പർ ലൈനിൽ സെൻറ്ററിൽ എപ്പോഴും 0 ആയിരിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിൽ 1 2 3 4 5 6 ഇങ്ങനെ നമുക്ക് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഭാഗത്ത് -1 -2 -3 -4 -5 ഇങ്ങനെ ഇവിടെ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രോപ്പർ എന്താ പറയുക, ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നത്. കാരണം നെഗറ്റീവ് നമ്പേഴ്സ് 0 ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് നമ്പേഴ്സ് നമ്മളിവിടെ പ്ലസ് ഇടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മനസ്സിലാവും, നമുക്കത് വെറുതെ നമ്പർ എഴുതിയാൽ അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവ് നമ്പറാണെന്നാണ്. പക്ഷേ നെഗറ്റീവ് നമ്പറിന് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു മൈനസ് സൈൻ ഇടും. പിന്നെ 0 ന്യൂട്രലാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി, ഈ നെഗറ്റീവ് നമ്പറും 0 ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് ഇതെല്ലാം കൂടി നമ്മൾ ഇതിനെ പറയുന്നതാണ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇതാണ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇനി നമ്മുടെ നിയമങ്ങൾ എന്താണ്? ഇതിലെ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യണമെങ്കിൽ ഈ നമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് നിയമങ്ങൾ പാലിക്കണം. അതെന്താണ് നിയമങ്ങൾ എന്നുള്ള ആദ്യം നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് അഡീഷൻ്റെ നിയമം നോക്കാം. അഡീഷൻ റൂൾസ്. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പർ, ഒരു നമ്പർ +2 +3 ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. നമ്മൾ ഇവിടെ നോക്കണം എന്താണ്, നമ്മൾ രണ്ട് നമ്പറിന് നമ്മൾ പ്ലസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ രണ്ട് നമ്പറും പോസിറ്റീവാണ്. ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. ആ രണ്ട് നമ്പറിനെ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് നമ്പറും കൂട്ടിയിട്ട് നമ്മൾ ആൻസർ എഴുതും +5. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് ആ നിയമം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ +2 +3 ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സെയിം ടൈപ്പ് പോസിറ്റീവ് നമ്പേഴ്സാണ് രണ്ടും. ആ രണ്ട് നമ്പറിന് നമുക്ക് പ്ലസ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി പ്ലസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഉത്തരം എഴുതുക. എന്താണോ അതിൻ്റെ സൈൻ ആ സൈൻ ഇടുക. ഇനി ഫോർ എക്സാമ്പിൾ -2 +-3 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, -2 ഒരു നമ്പർ മൈനസാണ്, ഈ നമ്പറും മൈനസാണ്. ഈ രണ്ട് നമ്പറിനെ പ്ലസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിലൊരു ചെറിയ നിയമം കൂടി ഉണ്ട്. ആ നിയമം കൂടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അർത്ഥം ഈ രണ്ട് നമ്പറിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പോൾ ആ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ, +× ++, -× -+, +× -=−, -+= -. ഇതാണ് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്മൾ സൈൻ ഉപയോഗിച്ച നമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നിയമത്തിന് പാലിക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് നിയമമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായി റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. എന്നുവെച്ചാൽ രണ്ട് പ്ലസ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് തന്നെയാണ് ഉത്തരം കിട്ടുക. രണ്ട് നെഗറ്റീവിന്, രണ്ട് മൈനസ് സൈനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് സൈനാണ് കിട്ടുക. ഒരു പ്ലസ്സും ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് ആയിരിക്കും. ഒരു മൈനസും ഒരു പ്ലസ് ആണെങ്കിലും മൈനസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടെണ്ണം കണ്ടു, +2 ++3, ഇവിടെ +5 ആണ്. കാരണം ഈ പ്ലസ് ഇൻറ്റു പ്ലസ് എത്രയാണെന്ന് പറഞ്ഞാൽ പ്ലസ് ഇൻറ്റു പ്ലസ് തന്നെയാണ്. അപ്പോൾ 2 + 3 = 5. അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി അതിന് കറക്റ്റായി പറയാം, +2 ++3 = +2 പ്ലസ് ഇൻറ്റു പ്ലസ് ഈസ് +3. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 2 + 3 = 5. ഓക്കെ,
ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി വിവരിച്ച് പറയാണ്. -2 + -3 ദിസ് ഈസ് ഈക്വൽ ടു -2 ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ്. അപ്പോൾ -3 ഈക്വൽ ടു, ഇനി നമ്മുടെ നിയമം എന്താണ്? രണ്ടും സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ആഡ് ചെയ്യും. രണ്ട് സൈൻ ചെയ്തിടും, മൈനസ് സൈൻ ഇടും. അപ്പോൾ ആൻസർ ഈസ് -5. ഇവിടെ -5. ഇനി അടുത്ത നമ്പറാണ് നമ്മൾ നോക്കുകയാണ്. +2 + -3. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം പ്ലസ് ആണ്, ഒരെണ്ണം മൈനസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ പ്ലസ് ഇൻറ്റു മൈനസിൻ്റെ റൂള് കൂടെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ +2 പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് -3. അപ്പോൾ ഇവിടെ എന്തായി? ഒന്ന് പ്ലസ്സായി, ഒന്ന് മൈനസായി. അപ്പോൾ +2 -3 ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് നമ്പർ വരുമ്പോൾ നമ്മൾ ഈ രണ്ട് നമ്പറിനെ മൈനസ് ചെയ്യണം. എന്നിട്ട് ഏതാണോ വലിയ നമ്പർ ആ നമ്പറിൻ്റെ സൈനായിരിക്കണം ഇടേണ്ടത്. അപ്പോൾ 3 - 2 ഈസ് 1. പക്ഷേ ഇതിൽ 3യുടെ സൈൻ എന്താണ്? മൈനസ് ആണ്. ഏതാണോ വലിയ നമ്പർ ആ നമ്പറിൻ്റെ സൈൻ ഇടുക. അപ്പോൾ എന്താണ് ഉത്തരം കിട്ടിയത്? -1. ഇനി നമ്മൾ ചെയ്യാണ് -2 +3. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? ദിസ് ഈസ് ഈക്വൽ ടു -2 പ്ലസ് ഇൻറ്റു പ്ലസ് ഈസ്, ഇവിടെ എന്താണ് റൂൾ? നമ്മുടെ പ്ലസ് ഇൻറ്റു പ്ലസ് ഈസ് പ്ലസ്. അപ്പോൾ ഇവിടെയും പ്ലസ് ഇൻറ്റു പ്ലസ് ഈസ് +3 ഈക്വൽ ടു ആൻസർ എങ്ങനെയാണ്? ഇപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് സൈനാണ് അല്ലേ? ഒന്ന് -2 ആണ്, ഒന്ന് +3 ആണ്, നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ. അപ്പോൾ -2 +3 രണ്ടും ഡിഫറെൻറ്റ് നമ്പർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് നമ്പറിനെ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 3 - 2 ഈസ് 1. ഇതിലേതാണ് വലിയ നമ്പർ? 3 ആണ് വലിയ നമ്പർ. 3യുടെ സൈൻ എന്താണ്? പ്ലസ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താവും? +1. ഓക്കെ, ഇതൊന്ന് ഈ നിയമം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം.